அந்த ஸ்பாட்ல விழுந்து இதுவரை யாரோட பாடி எடுத்தது கிடையாது. இதுதான் ஃபர்ஸ்ட் பர்சன் உயிரோட காப்பாத்தினது. ஆக்சுவலா இது வந்து ஃபாரினர்ஸ் வச்ச நேம் வந்து டெவில்ஸ் கிச்சன். குணா ஷூட்டிங் எடுப்பது குணா கேவ்ஸ் ആയിരിച്ചു. அது வந்து ஒரு இடத்துல வந்து സ്ലിപ്പ് ആകും. സ്ലിപ്പായി ഉള്ള പോയിട്ട് ബോഡി കൂടെ എടുക്കാൻ முடியாது. കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ 3 ജീവനാണ് ഗുണ കേവിൽ വെച്ച് പൊലിഞ്ഞത്. அது ஈவினிங் ஒரு 4 o'clock ஒரு அவங்க ஒரு 8 பேர் காலேஜ்ல வந்திருந்தாங்க. அவர் ஸ்லிப்பாയി சொன்னோன்னே நேரம் இங்கே தான் எங்கிட்ட சொன்னாங்க. கீழே இதுக்கப்புறம் பில்லர் ராக்னு ஒரு ஏரியா இருக்கு. அங்கேருந்து ஆளுங்க வந்து கயிறில் உள்ள போட்டு பேசிட்டாங்க. அப்போ வந்து கீழே இருந்து அவர் பேசிட்டு இருந்தார். சவுண்டு கேட்டது. உடனே ஃபயர் சர்வீஸ் ஆள் கூட்டிட்டு வந்து அவர் ஃப்ரெண்டு கீழே இறங்கி அவரு ஒரு கயிறு கட்டி மேலே தூக்குறாங்க. மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, അതെയും താണ്ടി കല്ലും വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേര് മാറി മാറിയാണ് വിളിച്ചു വിളിച്ചത്. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ സുഭാഷ് ഞാനിവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ മാറി മാറി പറയും പേടിക്കണ്ട, ഇപ്പോൾ ഫയർഫോഴ്സ് വരും. ഈ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവരുടെ ഇതിൽ നോക്കി അവരിറങ്ങോ ഇല്ലേന്ന്. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ബാക്കി 8 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്, 7 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്. ഇവിടെ ആരും നിൽക്കണ്ട, ഞങ്ങൾ ചെയ്തോളാം ബാക്കിയെല്ലാം, ഇവിടെ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ വന്ന 7 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്. ഞങ്ങൾ മുകളിലോട്ട് കയറുമ്പോൾ ഫയർഫോഴ്സുകാർ അരയിൽ വടവ് കെട്ടി ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അവർ കുഴിയിലോട്ട് പോകും, തിരിച്ചു വരും. ഞാൻ ആ കുഴിയിൽ ചെന്ന് ആദ്യം വിളിച്ചത് അമ്മയെന്നാണ്, രണ്ടാമത് വിളിച്ചത് ദൈവമേന്നാണ്. ഒരു വെളുപ്പിന് 7 മണിയൊക്കെ ആയപ്പോൾ കൊടൈക്കനാലെത്തി. പിന്നെ അവിടെയുള്ള ഒരു ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു 2 മണിയാക്കിയപ്പോഴാണ് ഈ ഗുണ കേവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയത്. അവിടെയും എത്തി ശരിക്കും പറഞ്ഞാൽ കാണേണ്ട സ്ഥലം തന്നെ, കൊടൈക്കനാൽ കാണേണ്ട സ്ഥലം തന്നെ പറയുന്നത്. ശരിക്കും ചുറ്റും പാറകളായിട്ട് ചുറ്റപ്പെട്ട്. പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു, കുറച്ച് പേർക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ വേണ്ടെന്നുള്ള ഇതിൽ നിൽക്കുമ്പോഴാണ് വേറെ 2 ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങി പോകണത്. അപ്പോൾ അവർ പോകണ കണ്ടപ്പോൾ അവരുടെ കുറേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 2 പേര് ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ കുറേ പോയത്. ഇത്രയും വലിയ കുഴിയാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ശരിക്കും ഒരു ചെറിയ കൊച്ചിന് പോലും കവച്ച് വെച്ച് പോകുന്ന അത്രയും ഗ്യാപ്പുള്ള കുഴിക്ക്, വ്യാസമുള്ള കുഴിക്ക്. സുഭാഷ് ആ നിന്ന സ്ഥലത്തു നിന്ന് തന്നെ കാലെടുത്ത് വെച്ച് അപ്പുറത്തോട്ടൊക്കെ ആയിരുന്നു. പെട്ടെന്ന് കാല് സ്ലിപ്പായി അങ്ങോട്ട് ഒറ്റ പോക്കായിരുന്നു അടിയിലോട്ട്. പിന്നെ എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവാത്ത ഒരു ഇത്. ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ശരിക്കും ജീവനില്ലാത്തൊരു അവസ്ഥയിലായി പോയി അവിടെ. ആരോടും എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. പിന്നെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നേരം സുഭാഷിൻ്റെ ഒച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു വിളിച്ചു. സുഭാഷ് വിളി കേട്ടു. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. സുഭാഷിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. മഴ ഡയറക്റ്റായിട്ട് കുഴിയിൽ വീഴില്ലെങ്കിലും ആ മോളിൽ നിന്ന് തന്നെ എല്ലാ സ്ഥലത്തു നിന്ന് തന്നെ വെള്ളവും വന്ന് വീഴുന്ന ഈ കുഴിക്കകത്തോട്ടാണ്. മഴയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇടിവെട്ടും മഴയെന്ന് പറയുമ്പോൾ നമ്മൊരു പേമാരി എന്നൊക്കെ പറയൂലേ, എന്ന് പറഞ്ഞ പോലത്തെ മഴയായിരുന്നു. ഈ കുഴി ഇത്തിരി താഴത്തോട്ടാണ്, മുകളിൽ നിന്നുള്ള വെള്ളം മൊത്തം വന്നം ഈ കുഴിയിലോട്ടാണ്. അപ്പോൾ വെള്ളവും കല്ലും എല്ലാം വന്നത് ഈ കുഴിയിലോട്ടാണ്. അപ്പോൾ ശരിക്കും ആ കല്ലൊക്കെ വന്ന് വീണ് വെള്ളം വീണ് സുഭാഷ് ഒഴുകി പോകുമെന്നുള്ള പേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ വട്ടം കിടന്ന് വെള്ളം വേറെ സ്ഥലത്തോട് തിരിച്ചു വിട്ട് അവിടെ ഒഴുകി തന്നെ കല്ലുകളൊക്കെ മാറ്റി വിടണമായിരുന്നു. അങ്ങനെ അവിടെ ഒരു 2 മണിക്കൂറോളം 3 മണിക്കൂറോളം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്തതെന്ന് തന്നെ ഒരു ഇതിൽ പറയാവുന്ന അവസ്ഥയിലായിരുന്നു. ഒരു കല്ല് ചെന്ന് വീണിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവൻ്റെ മേത്തോട്ടായിരിക്കും വീണത്, അല്ലെങ്കിൽ വെള്ളം ചെന്നിട്ടുണ്ടെങ്കിൽ ഒഴുകി പോവോ, അടിയിൽ എങ്ങനെയാണ് എന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഈ ഒഴുകി തന്നെ വെള്ളവും കല്ലും എല്ലാം തടഞ്ഞ് ഞങ്ങൾ വേറൊരു വഴിക്ക് വിടാനുള്ള സജ്ജീകരണങ്ങൾ നോക്കി. പക്ഷെ ഞങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റണ്ടായില്ല. അതിന് മാത്രം വെള്ളമാണ് അവിടെ വന്നുകൊണ്ട് വെച്ചിട്ടുണ്ടായത്. ഓരോരുത്തർ വിളിച്ച് വിളിക്കുമ്പോൾ മറ്റേ 2 പേര് അവിടെ മഴവെള്ളം കല്ലും കട്ടകളും വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേര് മാറി മാറിയാണ് വിളിച്ചു വെച്ചത്. അപ്പോൾ ആദ്യം വിളിക്കുമ്പോൾ സുഭാഷ് ഞാനിവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ മാറി മാറി പറയും പേടിക്കണ്ട, ഇപ്പോൾ ഫയർഫോഴ്സ് വരും, രക്ഷപ്പെടുത്താൻ അവർ വന്നിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പോയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് വിളിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സുഭാഷിനെ കൊണ്ട് ഇങ്ങനെ വർത്തമാനം പറയിപ്പിച്ചുകൊണ്ട് തന്നെ വെച്ച് വർത്തമാനം പറയാതിരുന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയാലും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തുടർച്ചയായിട്ട് 3 പേരും മാറി മാറി സുഭാഷിനെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവരുടെ ഇതിൽ നോക്കി അവരിറങ്ങോ ഇല്ലേന്ന്. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ബാക്കി 8 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്, 7 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്. ഇവിടെ ആരും നിൽക്കണ്ട, ഞങ്ങൾ ചെയ്തോളാം ബാക്കിയെല്ലാം, ഇവിടെ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ വന്ന 7 പേരെ മുകളിലോട്ട് പറഞ്ഞു വിട്ട്. ഞാനും സുധീഷ് എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരിറങ്ങുമോ, ഫയർഫോഴ്സ് ഇറങ്ങുമോ എന്ന് വിചാരിച്ചാണ് കൂട്ടുകാരന്മാരൊക്കെ മുകളിലോട്ട് പോയത്.
ഞങ്ങൾ മുകളിലോട്ട് കയറുമ്പോൾ ഫയർഫോഴ്സുകാർ അരയിൽ വടവ് കെട്ടി ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ്. അവർ കുഴിയിലോട്ട് പോകും, തിരിച്ചു വരും, അങ്ങനത്തെ ഇരിക്കണമായിരുന്നു. പക്ഷെ അവർ ഇറങ്ങില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ വിചാരം ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തി എന്നുള്ളതിലാണ് ഞങ്ങൾ ഉന്നയിച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറക്കിയില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഇവിടെ 13 പേര് മരിച്ചേക്കണേ, 14ാമത്തെ ആളുടെ പേര് എഴുതാൻ വേണ്ടി പോണേന്ന് പറഞ്ഞ്. ഒന്നും കൂടി സങ്കടം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. സകല ദൈവങ്ങളെയും വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കണമായിരുന്നു എല്ലാവരും. നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, കംപ്ലീറ്റ് ഇരുട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് വാവലില്ലേ, വാവലുകൾ, അതിൻ്റെ കരച്ചിൽ മാത്രം കേൾക്കാം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ മഴവെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അവസാനം കുട്ടൻ ടോർച്ചായിട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു സ്വബോധാവസ്ഥയിലായിരുന്നില്ല. പറയുന്ന ചോദ്യത്തിന് ഉത്തരം ഒരു മൂളലായിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ടാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ മഴ പെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കല്ലും വീണുണ്ടായിരുന്നു. ഇത് ടോർച്ചായിട്ട് വന്നപ്പോഴാണ് കണ്ടത്. കല്ല് വീണേണ്ട ടക്ക് ടക്ക് എന്നുള്ള ഒരു ഒച്ച മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അത് ആ പാറയുടെ ഇടുക്കിലിടിച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിലോ തങ്ങിക്കണായിരുന്നു. അതിനുശേഷം കാലുകൊണ്ട് ഞാൻ തടഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കല്ല് കിട്ടി. പിന്നെ അവിടെയാണ് നിന്നേച്ചത്. ഒരു ഫ്രീസറിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ അവസ്ഥയാണ്. ശരീരം മൊത്തം മരവിച്ച് പോണ ഒരു അത്രയും തണുപ്പാണ്. കൊടൈക്കനാലിൽ തന്നെ തണുപ്പാണ്. ആ പാറയുടെ ഇടുക്കിനുള്ളിൽ തന്നെ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ. ആ തണുപ്പിൽ മരവിച്ച് ജീവൻ വിട്ടുകളയാൻ മടിയുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്നാണ് അതിൻ്റെ ഉള്ളിൽ. ആദ്യം ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വന്നിട്ടും കാര്യമില്ലെന്നാണ്. പിന്നെ നേരിട്ട് തന്നെ സംഭവങ്ങൾ പറഞ്ഞാണ് അവർ വന്നത് തന്നെ. വന്ന് അവർ ഈ കയറ് ഇറങ്ങാനുള്ള കയറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടും ഒരു അരമണിക്കൂർ ആ സംഭവ സ്ഥലത്ത് എത്തി കഴിഞ്ഞിട്ട് അവർ അവിടെ നിന്ന് ആ സ്ഥലങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കുഴിയിലോട്ട് കയറിയിട്ട് കൊടുക്കണമായിരുന്നു. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവരിറങ്ങാതെ വന്നപ്പോൾ ഞാൻ പറയായിരുന്നു ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ആ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു ഇത് കണ്ടപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഞാനിറങ്ങിയില്ലെങ്കിൽ അവരിറങ്ങേണ്ട ഒരവസ്ഥ വന്ന്, നാട്ടുകാരൊക്കെ ഇടപെട്ട് എങ്ങനെയാലും ഇറങ്ങേണ്ട എന്നൊരവസ്ഥ വന്ന്. അപ്പോൾ അവസാനം അവർ എൻ്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറയായിരുന്നു. അങ്ങനെ അവർ കൊണ്ടുവന്ന കയറും പിന്നെ ഞങ്ങൾ വാങ്ങിച്ചൊരു ടോർച്ച് അതിൻ്റെ കഴുത്തേക്ക് കെട്ടിയിട്ട് അങ്ങനെ ആ കയറെ പിടിച്ച്, ഒരു കയറ് എൻ്റെ മേത്ത് കെട്ടി ഒരു കയറിൽ പിടിച്ചിറങ്ങി. അങ്ങനെ 2 കയറായിട്ട് ഞാൻ ഇറങ്ങി. കുട്ടൻ ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ലൈറ്റിൻ്റെ വെളിച്ചം ഞാൻ കണ്ടത്. കഴുത്തിൽ ലൈറ്റും തൂക്കി കയ്യിലൊരു വടവായിട്ടാണ് കുട്ടൻ ഇറങ്ങി വന്നത്. അതായിട്ട് ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് ദൂരം മുകളിലേക്ക് നോക്കി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടൻ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കൂട്ടാന്നാണ്. കുട്ടൻ പറഞ്ഞു നീ പേടിക്കണ്ട, നമുക്ക് രക്ഷപ്പെടാന്നാണ് പറഞ്ഞത്. ഇറങ്ങി ഒരു കുറച്ച് ചെന്നപ്പോൾ തന്നെ പിന്നെ കുഴി സ്ട്രെയിറ്റ് അല്ല, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ടേണായിട്ട് പിന്നെ അവിടെ നിന്ന് ടേപ്പറായിട്ട് ഇങ്ങനെ നമ്മുടെ പാർക്കിലൊക്കെ പിള്ളേർ തീറ്റി കളിക്കണ ഒരു ഇതുണ്ടാവുമല്ലോ, ആ ഒരു ഇതുപോലത്തെ കുഴിയാണ് ശരിക്കും. ആ കുഴിയിൽ അങ്ങനെ ഇറങ്ങി ഏകദേശം ഒരു 50 അടി താഴ്ച വരെയും ഞാൻ എത്തിയപ്പോൾ ആദ്യം കൊണ്ടുപോയ ഒരു കയറ് തീർന്നു പോയി. പിന്നെ അവിടെ നിന്ന് ഒരു കല്ലിൽ തന്നെ ചവിട്ടി നിന്ന് മുകളിലോട്ട് വിളിച്ചു പറയായിരുന്നു കയറ് തീർന്നു പോയി എന്ന്. അങ്ങനെ വിളിച്ച് പറഞ്ഞ് ഒരു 10 മിനിറ്റോളം എടുത്ത് അവർ വീണ്ടും കയറുകൊണ്ടൊന്ന് മുകളിൽ തന്നെ കെട്ടി വീണ്ടും കയറ് താഴ്ത്തോട്ടിട്ട് അങ്ങനെ വീണ്ടും ഇറങ്ങി ചെന്ന് ഒരു 87 അടി താഴ്ചയിൽ എന്നപ്പോഴാണ് സുഭാഷിനെ കണ്ടത്. ഈ 50 അടി താഴ്ചയിൽ ഞാൻ എത്തി കയറ് തീർന്നപ്പോഴും സുഭാഷിനെ കാണാൻ പറ്റുന്നുണ്ടായില്ല. എനിക്ക് സുഭാഷിന്റെ സൗണ്ട് കേൾക്കാം, കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കയറ് തീർന്ന സമയത്ത് താഴത്തോട്ട് നോക്കിയിട്ട് സുഭാഷിനെ കാണാൻ പറ്റില്ല, മുകളിലോട്ട് നോക്കിയിട്ട് ഞാൻ ഇറങ്ങി വന്ന് കുഴി കാണാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ. അപ്പോൾ കയറും തീർന്നു പോയി, അവിടെ നിൽക്കണം. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു അറിയാൻ പാടാത്ത ഒരവസ്ഥയിൽ പോയി. അപ്പോൾ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി എന്നുള്ള ഒരു ഇത് വന്നത് ആ ടൈമിലാണ്. അത്ര നേരം ഞാൻ എന്നെ പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോഴും സുഭാഷ് ശരിക്കും പറഞ്ഞാൽ അവൻ പറയുന്നത് പകുതി ജീവൻ കിട്ടിയ പോലെയായിരുന്നു എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് കയറി പോവാം എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ചെയ്യാവുന്ന ഒരു ഇത് അപ്പോൾ ഞാൻ അവന് പറഞ്ഞ് ഒരു ബലം കൊടുത്ത് പിന്നെ അവിടെ ചെന്ന് സുഭാഷിന് മേത്ത് ഞാൻ കൊണ്ടുപോയി കയറ് കെട്ടി. അപ്പോൾ ദേഹത്ത് കയറ് കെട്ടാൻ പറ്റുന്നുണ്ടായില്ല, മൊത്തം മുറിവും ചതവും മാത്രം ഉണ്ടായിരുന്നു. അതിനുശേഷം കയറ് ഒരു വിധത്തിൽ കെട്ടി
വലിച്ച് കുറച്ചായപ്പോൾ കയറ് ബ്ലോക്കായി പോയി. കുഴി ഇങ്ങനെ ചെറിഞ്ഞിറങ്ങുകൊണ്ട് ബ്ലോക്കായി പോയി. പിന്നെ ചവിട്ടി കയറേണ്ട അവസ്ഥയായിരുന്നു. എൻ്റെ ശരീരം മൊത്തമായിട്ട് തളർന്ന അവസ്ഥയായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് കുട്ടനെ ഞാനും കൂടി കുറച്ച് ഭാഗം ചവിട്ടി കയറേണ്ടതായിട്ട് വന്നു. ചവിട്ടി കയറി പിന്നെ കുട്ടൻ എന്നെ കെട്ടിപ്പിടിച്ച് മുകളിൽ നിന്ന് വലിച്ച് എത്തി, വിധത്തിൽ മുകളിലെത്തി. പിന്നെ രക്ഷപ്പെടാനുള്ള ഒരു തീവ്രമായ മനസ്സിൻ്റെ ഒരു ബലം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബലത്തിലാണ് ഞങ്ങൾ പിടിച്ച് കയറി പോകുന്നത് മുകളിലോട്ട്. ഞങ്ങൾ കയറി പിടിച്ച് കയറുകയും ചെയ്യും. മുകളിൽ നിന്ന് അവർ കയറ് വലിച്ച് ടൈറ്റ് ചെയ്യും. അങ്ങനെ കുറേശ്ശെയായിട്ട് കയറി പോകുന്നു. അതിൽ കുറച്ചെത്തിയപ്പോഴേക്കും കയറ് എവിടെയോ സ്റ്റക്കായി. ഞങ്ങൾക്ക് കയറി പറ്റാത്ത അവസ്ഥയായി പോയി. പിന്നെ അവർ മുകളിൽ നിന്ന് എന്തോ കൊണ്ടുവന്ന് വലിയ തടി കഷ്ണം കൊണ്ടുവന്ന് കയറ് തിക്കി. അങ്ങനെ ഒരു 10 മിനിറ്റോളം അങ്ങനെ എടുത്ത് പിന്നെ കയറ് തിക്കി വീണ്ടും കയറ് ഉടക്ക് മാറ്റി. അങ്ങനെയൊക്കെയാണ് കയറി പോകുന്നത്. ഭാഷണം കണ്ടപ്പോൾ അവർ ആദ്യം ഞങ്ങളെപ്പറ്റിയല്ല ഒന്ന് ചോദിച്ചത് ഇറങ്ങി ചെന്നപ്പോഴും വല്ല സ്കെൽട്ടൻ വല്ലതും കണ്ടാന്നാണ്. ഇതിക്കുമ്പോൾ 13 പേര് പോയിട്ടല്ല. അപ്പോൾ അവരെ അസ്ഥികൂടം വല്ലതും കണ്ടാന്നാന്ന് ചോദിച്ചത്. സുഭാഷ് രക്ഷപ്പെട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സുഭാഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളുടെ നാട് എത്തിയാൽ മതി എന്നുള്ള ഇതിലായി. പിന്നെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലയാളിയായിട്ടുള്ള ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേഴ്സ് കുറേ നേരം ഞങ്ങളായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിനൊരു സമാധാനം തന്നെ കിട്ടിയത്. നേഴ്സ് പറഞ്ഞ് ഇവിടെ അധികം ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്തണ്ട, ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് നാട്ടിലോട്ട് പോയിക്കോളാം, അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി, ഇവിടെ ചെയ്യിക്കണ്ട, നിങ്ങളുള്ള നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോയിക്കോളാം. അത് ദൈവത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ അവൻ രക്ഷപ്പെട്ട് കുട്ടനിങ്ങനെ ചെയ്യാൻ തോന്നിയതും അവിടെ നിന്ന് മുകളിലേക്ക് എത്തിയതും. 100 അടി താഴ്ച എന്നൊക്കെ പറയുമ്പോഴേ ആകെ ടെൻഷനായിട്ട് ഉറക്കം തന്നെ വരും. നേരം വെളുക്കുന്നവരും ഉറങ്ങിയില്ല എന്നുള്ളത്. പെട്ടെന്ന് അങ്ങോട്ട് കേട്ടപ്പോഴേക്കും മനസ്സിനങ്ങോട്ട് വല്ലാത്തൊരു വിഷമം. പിന്നെ ചെയ്തത് നല്ല കാര്യമാണ്, ഒരാളെ രക്ഷിച്ചതാണ്. എങ്കിലും പിന്നെ അവനോടൊന്നും ചോദിക്കാനോ ഒന്നും എനിക്ക് പറ്റണുണ്ടായില്ല ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട്. പിന്നെ ആലോചിക്കും തോറും വിഷമം കൂടി വരികയല്ലാതെ ഒട്ടും കുറയല്ല. പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ. സംസാരിക്കാൻ പോലും ഒരു മാസക്കാലം എനിക്ക് ഇതായിരുന്നു മനസ്സിന്. ജീവിതം തന്നെ അവന് മരിച്ചു പോയിട്ട് അവൻ രണ്ടാമത് ഉയർന്നു എന്നിട്ട് വന്നതാണ്. അതിൽ പ്രത്യേക ഒരു സന്തോഷവും ഉണ്ട്. വല്ലാണ്ട് പേടിച്ചു എങ്ങനെ കേട്ട ഉടനെ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇങ്ങനെ പോയി സുഭാഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ പോയി. അപ്പോൾ അവനിങ്ങനെ ഇറങ്ങിയപ്പോൾ അവന് എന്ത് ധൈര്യത്തിൽ ഇവനെ ഇറങ്ങിയെന്ന് ചോദിച്ചു. ഇവന് ഇതിനുള്ള ധൈര്യം ഉണ്ടായ എന്ത് ധൈര്യത്തിൽ ഇറങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അവനില്ലാതെ ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. ഇത്രയും പേര് കൂടി 10 പേര് കൂടി പോയച്ചു ഒരാളില്ലാതെ വന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങനെ ഇറങ്ങി. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു തന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുകയോ ഒന്നും ചെയ്യാതെ അതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ട് തന്നെ അറിയുന്ന ദൈവം അറിഞ്ഞാൽ മതി എന്നുള്ളൊരു ആ ഒരു വലിയ ധാരണ അല്ലെങ്കിൽ ഒരു ബോധം ഇപ്പോഴാ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് ഒത്തിരി പാഠങ്ങളാണ് എനിക്ക് തന്നത്. ദൈവം மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. மனிதர் குண